അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഖുദ്സ് ഫോഴ്സിന്റെ കമാൻഡർ മുതൽക്ക് അവർ 2020 തുടങ്ങിയതാണ്. അപ്പം ഖമേനിയെ എന്താ പറയുക, ഖമേനിയുടെ ടെന്റക്കിൾസ് ഓരോന്നോരോന്നായിട്ട് മുറിച്ചു മാറ്റുക എന്നല്ലാതെ ഖമേനിയെ ഡയറക്ട്ലി ടാർഗറ്റ് ചെയ്യാൻ മാത്രം ഇസ്രായേലിന് സാധിക്കുമെന്ന് അറിയില്ല. കാരണം 35 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു വലിയ ലീഡറാണ്, സ്ട്രോങ് ലീഡറാണ് ഇറാനെ സംബന്ധിച്ച്. പക്ഷെ ഇസ്രായേൽ ഇവിടെ ഈ യുദ്ധം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ഇറാന്റെ ഈ പറഞ്ഞ പോലുള്ള എന്താ പറയുക ഡിപ്ലോമാറ്റിക് പാസേജസ് ഒക്കെ ബ്ലോക്ക് ആവുകയാണെങ്കിൽ, അവിടെ വേറൊരു ത്രെറ്റ് ഏഷ്യൻ റീജിയനെ പൂർണ്ണമായിട്ടും ബാധിക്കുന്നുണ്ട്. അതൊരു പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഇറാൻ ഒരു പക്ഷേ ഒരു സ്ട്രാറ്റജിക് ബാക്ക്ഡോർ ആയിട്ട് ഇനി ഉപയോഗിക്കാൻ പോകുന്നത്, അതായത് ഇറാനിന് വെസ്റ്റിലേക്കുള്ള ആക്സസ് കുറയുകയാണെങ്കിൽ കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ ഇങ്ങനത്തെ രാജ്യങ്ങളിലൂടെയായിരിക്കും അവരൊരു ബാക്ക്ഡോറിലേക്കുള്ള ഒരു സാധ്യത, ഒരു സ്ട്രാറ്റജിക് അലയൻസ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. കാരണം ഇറാനുമായിട്ട് കൾച്ചറൽ ഹിസ്റ്ററി ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളാണ് ഇതൊക്കെ തന്നെ. അപ്പം ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഈ യുദ്ധം മുന്നോട്ട് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ റാഡിക്കൽ ഗ്രൂപ്പ്സിന്റെ വളർച്ച കൂടുതൽ വരും. കാരണം ഇറാൻ ഇങ്ങനെ ഒരു അലയൻസ് ഉണ്ടാക്കാൻ അതാണ് നമ്മളെ സംബന്ധിച്ച്, ഏഷ്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ത്രെറ്റ്സ് നമ്മൾ ഒരുപക്ഷെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബട്ട് ഈ പറയുന്ന പോലെ ഇന്ത്യക്ക് ഇറാനുമായിട്ടും ഇസ്രായേലുമായിട്ടും നല്ല ബന്ധമുണ്ട്. കാരണം ഇസ്രായേലായിട്ട് നമുക്ക് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉണ്ട്, ഡിഫൻസ്, അഗ്രികൾച്ചർ, ഇന്നോവേഷൻ, ഇതിലൊക്കെയാണ് നമ്മൾ ഇസ്രായേലുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നത്. ഇറാനുമായിട്ട് നമുക്ക് എനർജി, ഈ പറഞ്ഞ പോലെ ചാബർ പോർട്ട് വഴിയുള്ള സ്ട്രാറ്റജിക് കണക്ടിവിറ്റി, ഇതെല്ലാം നമുക്ക് നിലനിൽക്കുന്നുണ്ട്. സോ ഈ യുദ്ധം ആസ് സച്ച് ഈ ഒരു ഏഷ്യൻ റീജിയന് വലിയ രീതിയിലുള്ള